ഞാൻ എടുക്കുന്നു സാറേ. ഇത് രണ്ടും കൂടെ പിടിക്കാൻ പറ്റും. Hello, uncle. Happy New Year. Nice seeing you. Hello, Joe. How are you? Every Venetia. Venetia vandigal undava. Venetia ingate varunne vandigal. Hello. എടുക്കുന്നു. രണ്ടുപേരും പിടിച്ചു നിൽക്ക്. എപ്പോ ഞാൻ വന്ന് കയറി ഒറ്റയ്ക്കുള്ളോ? അച്ഛൻ്റെ മുറി ഇവിടെ. തിരിച്ച് അർബാനി ചേച്ചി അർബാനി തിരിച്ചു കിട്ടും. അവരെ അവര് മാരുതേഷ് കവിതയ്ക്ക് അറിയാം. മാരുതേഷും ഇച്ചുവിനെയും ഒരു ടീമിൽ ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് വരും. മറ്റേ ബ്രദറും നമുക്ക് വന്നു വലിയ ചെയ്യുന്നത്. ഇറങ്ങാറായി. അതൊക്കെ ഇറങ്ങിയിട്ട് അവ ഇറങ്ങുക. അധികം വരണ്ടേ? ആരെ വരണ്ടേ? പപ്പ ഇനിയും ബ്രദർ വൈകും തോന്നാൽ ചെറുത്തിരി പേക്കും ഓക്കെ. എല്ലാവരും ഇരിക്കാമല്ലോ. നമ്മൾ നിങ്ങൾ മൊത്തം ഒന്ന് ബാക്ക് കൊടുത്തു. ഈ സൈഡ് ലൈക്ക് ഇങ്ങനെ പാരലായാൽ മതി. ഓക്കെ ഡൺ. കയറിയുന്നോളൂ. ഓക്കെ 3, 2, 1 ഒന്ന് സ്മൈൽ ചെയ്ത് എല്ലാവരും. താങ്ക് യു. ഭക്ഷണം കഴിക്കാൻ
ഒന്നുകൂടി പോയി നന്നായിരിക്കും. നിമിഷം മൊത്തം താഴ്ത്താമോ? ഓക്കെ ഓക്കെ. പിന്നെ സ്മൈൽ ചെയ്തേ. നല്ല സ്മൈൽ ചെയ്തേ. ഒന്ന് ഹായ് കൊടുക്കും. ഈ ഹായ് കൊടുക്കും. ഇപ്പം സരി ഇപ്പം ഇപ്പം നമുക്ക് ഇറങ്ങാട്ടോ. മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. ആദ്യം മഴ. സാറേ മഴ പെയ്യാണ്. സാറേ മഴ പെയ്യാണ്. ഓഫ് ചെയ്യട്ടോ. ഓ ബാക്കിലോട്ട് പോയോ? വിനീഷ എങ്ങനെ നിങ്ങൾ എന്റർപ്രൈസ് സെപ്പറേറ്റ് ആണോ ഒരുമിച്ചാണോ? ഒരുമിച്ചാണോ? കയറിക്കോളി ഇങ്ങോട്ട് നിന്നോളൂട്ടോ എല്ലാവരും. സ്ലോലി മെല്ലെ നമ്മൾ ആദ്യം പോകണം. നമ്മൾ ഫ്രണ്ടിൽ ഇവര് ലാസ്റ്റ്. ഡാഡി ഇവിടെ വാ. ഡാഡി പുരാതനമായിട്ടുള്ള ആ പാരമ്പര്യം, അതോടൊപ്പം തന്നെ തോമാസികാരുടെ സ്പർശത്താൽ പവിത്രമാക്കപ്പെട്ട ഈ ഭൂമിയിൽ നമുക്ക് എല്ലാവർക്കും വിശുദ്ധന്റെ മാധ്യസ്ഥ്യം പ്രത്യേകമായിട്ട് ഉണ്ടാകട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു. ഈ ഇടവകയിലേക്ക് ചക്കപ്പുഴ നഗറിൽ നിന്നും അതോടൊപ്പം തന്നെ ബാംഗ്ലൂരിൽ നിന്നും പ്രിയപ്പെട്ടവരായിട്ടുള്ള ഓരോരുത്തരെയും ഏറ്റവും ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുകയും ഇവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ജോസ് പുതിയടത്തച്ഛനാണ്. എറണാകുളം അങ്കമാലി തിരുമല വികാരി ജനറലായിട്ട് ഇപ്പോൾ സേവനം ചെയ്യുന്ന ജോസച്ചനെ എല്ലാവരുടെയും പേരിൽ ഏറ്റവും ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുകയും നമുക്ക് ഭക്തിയോടെ ഈ കർമ്മങ്ങളിൽ പങ്കെടുത്ത് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സന്തോഷമുണ്ട്. പ്രത്യേകിച്ച്
ഒത്തിരിയേറെ ഓർമ്മകളും തീർച്ചയായും കഴിഞ്ഞ കാലത്ത് കുഞ്ഞുമോൻ്റെ അതിൻ്റെ ജീവിതത്തിലൊക്കെ ചെയ്ത എല്ലാ നന്മകളെ ഓർക്കുന്നുണ്ട് പറയുന്നു. അതോടൊപ്പം തന്നെ മനുഷ്യനെ മാതാപിതാക്കളെ പ്രാർത്ഥിക്കുന്നു. നല്ലവനായ ദൈവത്തിനും ഉണ്ടാകുന്നതിന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നു. Thank you.
ഇത് സാധ്യമാവുക ഭാഗ്യമൂടികളായ പിന്നെമുടിയോ സ്വർണ്ണാഭരണമോ വിശിഷ്ട വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനുശുദ്ധ രത്നം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവരുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവിതായകമായ കൃപയും തുല്യ അവകാശി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കുവാൻ വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ യേശുവിന്റെ സ്തുതി. പരിസരം വന്ന് യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യ അപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണ്? ഈശോ മറുപടി പറഞ്ഞു, മോശെ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, ഉപേക്ഷാപത്രം കൊടുത്ത് അവിടെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. ഈശോ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവനെ പുരുഷനെ സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വ്യാഴാഴ്ച ഇന്ന് വിവാഹത്തിലാകുന്ന ജോയൽ, വിനീഷ, അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി
സഹോദരങ്ങളെ, ഒത്തിരിയേറെ സന്തോഷത്തോടും പ്രാർത്ഥനയോടുകൂടി നമ്മളെല്ലാവരും ഇന്ന് കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഒന്നുചേർന്നിരിക്കുന്നത് നമുക്ക് പ്രിയപ്പെട്ടവരായ ഈ നവദമ്പതിമാരുടെ വിവാഹ ആശീർവാദ കർമ്മത്തിൽ പങ്കുചേരുന്നതിന് ഇവരാരംഭിക്കുന്ന കുടുംബജീവിതത്തിന് എല്ലാവിധ നന്മകളും പ്രാർത്ഥിക്കുന്നതിനും ആശംസിക്കുന്നതിനുമായാണ് നമ്മൾ ഈ തീർത്ഥാടന ദേവാലയത്തിൽ പങ്കുചേർന്നിരിക്കുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും ജീവിതത്തെ സംബന്ധിച്ച് വളരെയേറെ അനുഗ്രഹത്തിൻ്റെ സമയമാണ് ഈ പുതിയൊരു കുടുംബമായി ഉയർത്തുന്നത്. ഒരുപക്ഷെ 4 മാസം പോലെ നിശ്ചയിച്ചില്ലാത്ത ആത്മബന്ധത്തിലേക്ക്, ആത്മീയ ബന്ധത്തിലേക്ക് കർത്താവ് നിങ്ങളെ ഉയർത്തുകയാണ്. ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഈ ആത്മീയ ബന്ധം കൃപയാൽ നിലനിൽക്കട്ടെ എന്ന് എല്ലാവരുടെയും നാമത്തിൽ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിവാഹത്തിൻ്റെ അവസരത്തിൽ 3 കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. ഒന്നാമത്തത്, കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിൻ്റെ കുടുംബ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനം നിലനിൽക്കുന്നത് ഈശോ ദൈവത്തെ വായിച്ചു കേട്ട വചനഭാവത്താണ്. കർത്താവ് പറഞ്ഞു, ദൈവമാണ് ദമ്പതികളെ വിവാഹത്തിന് ഒന്നിപ്പിക്കുന്നത്. ആ ദൈവത്തിൻ്റെ ഒന്നിപ്പിനെ ആരും വിച്ഛേദിക്കാതിരിക്കട്ടെ എന്ന് കർത്താവ് ആശംസിക്കുകയും ഒപ്പം തന്നെ ആഗ്രഹിക്കുകയും ചെയ്യും. ഒന്നാമത്തെ കാര്യം, ദൈവമാണ് ഞങ്ങളെ ഒന്നിപ്പിച്ചതെന്ന് ബോധ്യമായിരിക്കണം നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനമായി സൂക്ഷിക്കുന്നത്. കത്തോലിക്ക വിശ്വാസപ്രകാരം വിവാഹമെന്നത് സഭയിലെ 7 കൂദാശകളിലൊന്നാണ്. അത്രമാത്രം പ്രാധാന്യ സഭ വിവാഹത്തിന് നൽകുന്നു. എല്ലാ കൂദാശകളുടെയും യഥാർത്ഥ കർത്താവ് ഈശോ തന്നെയാണ്. അതുകൊണ്ടാണ് വിവാഹ തിരുക്കർമ്മത്തിലും നിങ്ങളുടെ സമ്മതം രണ്ടുപേരുടെയും ഏറ്റുവാങ്ങിക്കൊണ്ട് സഭയുടെ നാമത്തിൽ, ഈശോയുടെ നാമത്തിൽ വൈദികൻ നൽകുന്ന ആശീർവാദത്തോടു കൂടിയാണ് സഭയിലെ പുതിയ കുടുംബമായി നിങ്ങൾ ഉയർത്തപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങളെ ഒരുമിപ്പിച്ച ആ ദൈവത്തോട് നന്ദിയുള്ളവരായി, ആ ദൈവത്തിന് എപ്പോഴും സന്തോഷം പകരുന്ന മക്കളായി ജീവിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കും. ഇതായിരിക്കണം അടിസ്ഥാനപരമായ ഒരു ബോധ്യം. ദൈവമാണ് ഞങ്ങളെ ഒന്നിപ്പിച്ചത്. അതുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുക. ജോയലിന് വിനീഷയെ ജീവിത പങ്കാളിയായി നൽകിയ ദൈവത്തിന് എപ്പോഴും നന്ദി പറയാൻ സാധിക്കണം. വിനീഷയ്ക്കും അതെ, ജോയലിനെ ജീവിത പങ്കാളിയായി നൽകിയ ദൈവമേ നന്ദി എന്ന് പറയുവാൻ കഴിയണം. അതിനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ കാര്യം, നിങ്ങളെ അനുഗ്രഹിച്ച് ഒരു കുടുംബമായി ഉയർത്തുന്ന കർത്താവ് നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നൊരു ദൈവമല്ല, മറിച്ച് നമ്മുടെ കൂടെ നടക്കുന്ന ഒരു ദൈവമാണ്. നിങ്ങളെ അനുഗ്രഹിക്കുവാനായി, ആശ്വസിപ്പിക്കുവാനായി, ശക്തിപ്പെടുത്തുവാനായി എല്ലാം നിങ്ങളുടെ കൂടെയുള്ളൊരു ദൈവമാണ്. പഴയ നിയമത്തിൽ മോശയെ ദൈവം വിളിച്ച് വലിയൊരു ദൗത്യം ഫലമേൽപ്പിച്ചു. ഇസ്രായേലിനെ മോചിക്കാനുള്ള ദൗത്യം. അന്ന് ദൈവം വാഗ്ദാനം ചെയ്ത ഒരേ ഒരു കാര്യം ഇതാണ്: നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടി ഞാനുണ്ടായിരിക്കും. ആ വാഗ്ദാനമാണ് അവസാനം വരെ ദൈവം പാലിച്ചത്. അവൻ്റെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും എല്ലാം ദൈവം കൂടെ നടക്കും. ഇതുപോലെ നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങളുടെ കുടുംബമായിട്ട് ഉയർത്തുന്ന കർത്താവ് നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നൊരു ദൈവമല്ല, നിങ്ങളുടെ കൂടെ നടക്കുന്ന, നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഭവനങ്ങൾ വെഞ്ചരിക്കുമ്പോൾ അല്ലെ പ്രതിഷ്ഠിക്കുമ്പോൾ ആ ഈശോയുടെ തിരുഹൃദയത്തിനാണ് നമ്മൾ പ്രതിഷ്ഠിക്കുന്നത്. എല്ലാ ഭവനങ്ങളിലും ഈശോയുടെ തിരുഹൃദയം നമ്മൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ വിവാഹത്തിനായി ഇറങ്ങിയപ്പോഴും നമ്മുടെ ആരംഭത്തിൻ്റെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ആരംഭിക്കുന്ന ഇറങ്ങുന്നത്. നിങ്ങൾ അതാണ് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം നമ്മുടെ കുടുംബത്തിൻ്റെ
ഈശോ വസിക്കുന്നു, ഈശോ വാഴുന്നു. ആ യേശുവിൻ്റെ സാന്നിധ്യം ഏറ്റുപറഞ്ഞുകൊണ്ടാണ് ആ തിരുഹൃദയരൂപം നമ്മൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ആ രൂപത്തിന് നമ്മൾ പ്രാർത്ഥിക്കുന്നതും എല്ലാം ചെയ്യുന്നതിന് കാരണം ഈ ഒരു ബോധ്യം കൊണ്ടാണ്. ഈശോ നിങ്ങളുടെ ജീവിതത്തിൽ നാഥനായി വാഴട്ടെ, നായകനായി നിങ്ങളെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതാണ്. രണ്ടാമത്തെ കാര്യം വീടുകളിലൊക്കെ എഴുതി വയ്ക്കുന്ന ഒരു വാക്യമാണത്. ഈശോ ഈ കുടുംബത്തിൻ്റെ നാഥൻ എന്നുള്ള വാക്യം. അത് നിങ്ങളുടെ ജീവിതത്തിലും അന്വർത്ഥമാകട്ടെ പ്രാർത്ഥിക്കുക. മൂന്നാമത്തെ കാര്യം, നിങ്ങളെ അനുഗ്രഹിച്ച് ഒരു കുടുംബമായി എത്തുന്ന ദൈവത്തിന് പ്രീതികരമായി നിങ്ങൾ ജീവിക്കുക. നിങ്ങളുടെ നല്ല ജീവിതം കണ്ട് നിങ്ങളുടെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാനിടയാണ്. നിങ്ങളുടെ ആ ജീവിതം കണ്ട് വിഷമിക്കാനോ വേദനിക്കാനോ ആർക്കുമിടയാത്ത വിധം ധന്യമായ ഒരു ജീവിതം നിങ്ങൾ നയിക്കുക. ആ ദൈവത്തിൽ ആശ്രയിച്ച് അവിടുത്തെ പ്രമാണങ്ങൾ പാലിച്ചുകൊണ്ട് സന്തോഷത്തോടെ നിങ്ങൾ ജീവിതം ആരംഭിക്കുക, ജീവിതത്തിൽ തുടരുക. അപ്പോൾ നിങ്ങളുടെ ജീവിതം ധന്യമായിരിക്കും, അനുഗ്രഹീതമായിരിക്കും. കർത്താവിൻ്റെ വാഗ്ദാനമാണത്. അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് ജീവിച്ചാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കുമെന്ന് ദൈവമായ കർത്താവ് മോശയിലൂടെ വാഗ്ദാനം ചെയ്തത് ഈശോയിലൂടെ. ആ വാഗ്ദാനം അനുസരിച്ച് അവിടുത്തെ പ്രമാണങ്ങളനുസരിച്ച് സന്തോഷത്തോടെ ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി സന്തോഷത്തോടെ ജീവിക്കാൻ ഇടയാവട്ടെ. അമ്മയായ മറിയത്തിൻ്റെ ഹൃദയമായ മാധ്യസ്ഥം നിങ്ങളുടെ കുടുംബജീവിതത്തിന് എപ്പോഴും കാവലായി നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നിങ്ങളെ ഈ ജീവിതത്തിലേക്ക് എത്തിക്കുവാൻ നിങ്ങളെ അനുഗ്രഹിച്ച് സഹായിച്ച ദൈവസ്ഥാനത്ത് നിങ്ങളെ സഹായിച്ച നിങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കുടുംബാംഗങ്ങളെയും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി വിവാഹ ജീവിതത്തിൻ്റെ എല്ലാ നന്മകളും പ്രാർത്ഥനകളും നേടുകയും ചെയ്യുന്നു. ദൈവങ്ങളെ അനുഗ്രഹിക്കുന്നു. നമ്മളെല്ലാവരും സന്തോഷത്തോടുകൂടി വിവാഹത്തിന് വേണ്ടി കർത്താവിനെ ബുദ്ധിമാരുടെ മേൽ ഉണ്ടാകാൻ പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ
ജോയൽ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ വിനീഷയെ നിന്റെ ഭാര്യയായി നീ സ്വീകരിക്കുന്നു. വിനീഷ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ജോയലിനെ നിന്റെ ഭർത്താവായി നീ സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണ്. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമാണ് പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുക. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സ്നേഹത്തോടുകൂടി കുടുംബജീവിതം നയിക്കുക. നമ്മുടെ കർത്താവ് യേശു മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. മന്ത്രങ്ങളുടെ വ്യഞ്ജന താലിബന്ധന പുരുഷമരണമണിയായ വിശുദ്ധമായി ശ്രമിച്ച കർത്താവേ, വിശ്വാസത്തിലെ സ്നേഹങ്ങളും മതപരന്മാരെ ഓർമ്മിക്കുന്ന ഈ കാര്യം ദയാപൂർവ്വം ആശീർവദിക്കണം. ഐക്യത്തിന് ഹൃദയമായ താലിബന്ധമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലൂടെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം ശ്രമിക്കുവാൻ നിന്റെ ഇഷ്ടമനുസരിച്ച് മനുഷ്യനായി ജീവിക്കുവാൻ ഇത് മുദ്രിതമായ കുരിശ് ശക്തി നൽകട്ടെ. ഇവരുടെ വിശ്വസ്തയുടെ അടയാളമായി ഇപ്പോഴും കർത്താവായ ഈ ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെ അടയാളമാണ് ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ എന്ന് ആശീർവദിക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കർത്താവായ ദൈവമേ, പരിശുദ്ധമയും ദൈവമായ മധ്യസ്ഥതയുടെ സംരക്ഷണയുടെ അടയാളമായി ഈ മക്കൾ സ്വീകരിക്കുന്ന ഈ ജപമാലകളെ ആശീർവദിച്ച് വിശുദ്ധീകരിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കൃപാവരത്തിന്റെ അനശ്വര വസ്തുതാപരിശാത്മാവിനെ അനുഗ്രഹിക്കുന്ന രാജ്ഞമാരായ കർത്താവേ, ഈ മന്ത്രത്തോടെ അന്ന് ആശീർവദിക്കണമേ. പൂർണ്ണമായ സമ്മതവും പരസ്പര സ്നേഹവും വഴി അങ്ങയെ ധരിക്കുവാൻ അനുമതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ വിശുദ്ധ സമയം മഹത്വത്തിന്റെ വസ്ത്രം ധരിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം ധരിക്കാനുള്ള ഇടയാകണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കതിരുകൾ
വിവാഹത്തിൻ്റെ പ്രതിജ്ഞ രണ്ടുപേരും ഏറ്റുകഴിഞ്ഞു. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസതയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാവുന്ന വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. സഹോദരരെ, നിങ്ങൾ തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കുകയും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ഹൃദയങ്ങളും മനസ്സുകളും സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവിന്റെ മക്കളെ ഉയർത്തി വിവാഹിതരായിരിക്കുന്ന നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വൈദികരുടെ ആശീർവാദ പ്രാർത്ഥനയോട് ചേർന്ന് നിങ്ങളും ഇവരെ ഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താൽ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാൽ അവിടുന്ന് നിങ്ങളെ സമ്പന്നരാകട്ടെ. സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും അവിടെ നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസിക ശാരീരികമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചെയ്യട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും ബഹുമാനവും ഉന്നതതയും ആരാധനയും സമർപ്പിക്കുവാൻ അവിടുന്ന് നിങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പുസ്തകമാണ് തുടരുകയാണ്. നമ്മുടെ ഭക്തിയോടെ കുർബാന
നമ്മൾ ലേബിൾ ഞെക്കണ്ടേ ഒന്നും ചെയ്യണ്ടേ ഞാൻ ഒന്ന് ചോദിക്കും അല്ല ഇതൊന്ന് കാണേ. ബാബാദ്യ
the merging of two hearts, the harmony of souls, and the union of families. A lifelong commitment where two individuals believe in each other and share true love. Good afternoon, ladies and gentlemen, and welcome to the beautiful wedding reception of Joel and Venetia. May I kindly request all to be seated. Our newlyweds have arrived at the venue. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. I am Teresa Joseph, one of Joel Chetan's cousin, and I am Maria Elamikil, Venetia's friend, and we are your hosts for the day. The union of hearts extends beyond the couple. We have with us the beloved parents and siblings of the newlyweds. ഇന്നത്തെ ഒരു ദിവസം മറ്റെല്ലാവരേക്കാൾ മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന ഇവരുടെ ഈ കുടുംബാംഗങ്ങളാണ്. അതുകൊണ്ട് ഏറെ ബഹുമാനത്തോടും ആദരവോടും കൂടി പേരൻസിനെയും സിബ്ലിങ്സിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Warmly inviting to the stage the parents and siblings of the newlyweds. Let's give a big round of applause for them. ഒരു നല്ല കൈയടി കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ പേരൻസിനെ സ്വാഗതം ചെയ്യാം സ്റ്റേജിലേക്ക്. On the stage, all set to welcome Venetia and Joel. Now the most awaited moment is here. I think എല്ലാവരും പയ്യെ ചോദിച്ചു തുടങ്ങി, where are the couple? അല്ലേ? All right everybody, this is the moment. Let's put our hands together for the dashing, cool and most handsome groom Joel John and our energetic, dazzling and the gorgeous bride Venetia Varghese. നമ്മുടെ ബ്രൈഡ് ആൻഡ് ഗ്രൂം സ്റ്റേജിലേക്ക് കടന്നു വരികയാണ്. ഒരു നിറഞ്ഞ കൈയോട് കൂടി നമുക്ക് അവരെ സ്വീകരിക്കാം. I get to
before the journey ahead begins to celebrate their beautiful decision to be together. A moment which is all about the two people who chose each other through conversations, understanding and trust. A moment where the two hearts are ready to move forward together. So congratulations on your Kalyanam, Joel and Manisha. You guys look absolutely stunning together. So congratulations to both of you. For I know the plans I have for you, declares the Lord. Plans to prosper you and not to harm you. Plans to give you hope and the future. Jeremiah 29:11. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ജെറമയ 29:11. Just as the scripture reminds us, today we witness God's divine plan fulfilled in bringing these two hearts together. A union blessed with hope, love, and a future designed by the great Lord. Let's take a moment for a silent prayer, expressing gratitude for the divine plan laid out for us. ഈശ്വരാനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥനാ നിരതരായിരിക്കാം. Thank you. While many of us would know the newlyweds as Joel and Venetia and Joel, let's get to know them a little bit more, shall we? Our handsome groom, Joel John, hailing from Kartagara family, works as a consultant at SAP and he is based in Ireland now. He loves driving and never misses a chance to go on a long drive and explore places. Venetia is the eldest daughter of Mr. Verghese and Mrs. Theresia, currently working as a financial analyst based in Ireland. She loves to read and keeps finding new hobbies to explore. Vinny എന്ന് ഞങ്ങൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന Venetia goes all out to have fun, but കാര്യങ്ങൾ വരുമ്പോൾ is a very organized go-getter. Family is the reason who we are today, shaping us with love, patience, drama, and the endless lectures that we all pretend to ignore at times. മുഖത്തൊരു ചെറുപുഞ്ചിരിയും ഹൃദയത്തിൽ ഒത്തിരി പ്രാർത്ഥനയുമായി ഇവിടെ നിൽക്കുന്ന ഇവരുടെ കുടുംബാംഗങ്ങളെക്കുറിച്ച്. Joel's father, Mr. Abraham John, he's a retired optical technician. Now he's happily staying at home looking after his deer plants in his garden. He also loves watching informative YouTube videos which others might find boring. Just as I said, Uncle is a nalla gardener aanu. And when you go to their home and see all this nalla pachakarigalum, nalla pookalum okke kaanumbo, then you will know. And Joel's mother, Mrs. Annie John, is a retired nurse. She is currently enjoying free time mostly at home, which she never got before. Sometimes you can see her running around doing errands with the family. Her favorite pastime activity is going window shopping and buying bedsheets. And our groom is blessed with an elder sister and a younger brother. So, നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞ ഒരു മിഡിൽ സ്റ്റെപ്പ് ആണ് നമ്മുടെ ജോയിലേട്ടൻ. So, Jane Mary John, the elder sister of Joel, is working as a speech therapist in UK. Jane loves to read books and to binge watch series. And she is married to Xavier Sebastian. He works at British Telecommunication as a customer advisor. He is passionate about football, gaming and collecting die-cast cars. And finally, the youngest of the family, Jess John. He is working at Northern Trust as analyst. He loves gaming and spending time with his friends. Now moving on to the bright side. Venetia's father, Mr. E.J. Verghese of Edakalatur family, owns a business and after the busy business hours, loves to chill and watch Turkish drama. With an old school music taste, he's a huge fan of ABBA and Queen. Venetia's mom, Theresia Verghese, is a branch manager of EHA Designs and loves Malayalam TV serials. Both uncle and auntie are huge yoga enthusiasts. Rachel, Venetia's first younger sister, currently working at Biocon. Maid of honor duties 100% ചെയ്യാനായിട്ട് ലീവ് ഒക്കെ എടുത്ത് ഇവിടെ അടിച്ചു പൊളിച്ചിട്ട് നിൽക്കുന്നു. Her second younger sister, Rimana, first year psychology student at Christ University. Exam ഒക്കെ വേഗം എഴുതി ചേച്ചിയുടെ കല്യാണം കൂടാനായി പുള്ളിക്കാരി എത്തിയിരിക്കുകയാണ്.
Okay, now let's move on to the candle lighting ceremony. May I request both Joel and Vinisha and their families to step forward to light the candle. Dear Joel and Vinisha, together as you light the candle of love, may its light shine bright upon your path, and may its heat keep you warm throughout all days. ഇന്നത്തെ ഈ ദീപത്തിന്റെ പ്രകാശം നിങ്ങളുടെ ജീവിതത്തിലുടനീളം ഉണ്ടാകട്ടെ. നിങ്ങൾ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. I request the parents of Joel and Vinisha to light the candle as a promise to be with them in their highs and lows. One promise, together from this day, sharing everything, starting with the cake. ഒരു മധുരം 1000 സന്തോഷങ്ങളുടെ തുടക്കമാവട്ടെ. Inviting Vinisha and Joel for the cake cutting. Congratulations and celebrations when I tell everyone that you're in love with me. Congratulations and jubilations. I want the world to know I'm happy as can be. Who would be there at the happy and contented? I used to think that happiness hadn't been invented. May I now request that was in the bad old days before I met you. But when I let Vinisha to share the joy by giving Joel's parents the cake pieces. Congratulations and celebrations when I tell Requesting Joel to share the joy with Vinisha's parents. Congratulations and jubilations. I want the world to know I'm happy as can be. I was afraid that maybe you thought you were above me, that I was only fooling myself to think you loved me. But then tonight you said you couldn't live without me. That round about me, you wanted to stay. Congratulations and celebrations when I tell everyone that you're in love with me. Congratulations and jubilations. I want the world to know I'm happy as can be. Here we are entering into the wine toasting ceremony. You guys may please move forward and toss the wine. Okay, first, you guys must say a joyful cheers to each other. Say cheers to each other. Come on. Okay, cross your arms now. Come on. Dear Joel and Vinisha, while you share and drink from the glass of wine, we wish you the best of health and good luck for many years to come. May God bless